ടി.വി.കെ പിന്തുണയ്ക്കുന്നതിൽ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള വി.സി.കെയുടെ വാർത്താ സമ്മേളനം വൈകുകയാണ്. പദവികൾ സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നുവെന്നാണ് സൂചന. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന കടുത്ത നിലപാടിലാണ് വി.സി.കെ എന്നാണ് വിവരം. അധ്യക്ഷനും എം.എൽ.എമാരും വി.സി.കെ ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇപ്പോൾ വാർത്താ സമ്മേളനം വൈകുന്നത് മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൊണ്ടാണോ? ഉപമുഖ്യമന്ത്രി പദം എന്നുള്ളതാണോ ആവർത്തിച്ച് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ DMK സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നു എന്നുള്ളതാണ് ഒരു ആകർഷണമായിരിക്കുന്നതും. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ടി.വി.കെക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. സ്മൃതി, അത്യന്തം നാടകീയമായി തന്നെ തമിഴ്നാട് രാഷ്ട്രീയം തുടരുന്നു എന്നുള്ളതാണ്. ഒരു ക്ലൈമാക്സിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വി.സി.കെയുടെ പിന്തുണ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ലഭിക്കും എന്നുള്ളതാണ് ടി.വി.കെ പ്രതീക്ഷിച്ചിരുന്നത്. വിജയ് അങ്ങനെ ഒരു വിശ്വാസത്തിലായിരുന്നു, പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ നിലപാട് വ്യക്തമാക്കുമെന്നറിയിച്ച വി.സി.കെ അധ്യക്ഷൻ പക്ഷേ ഇതുവരെ വി.സി.കെ ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. 10 മണിക്കൊരു വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തതാണ്. പക്ഷേ അദ്ദേഹവും എത്തിയിട്ടില്ല. ഒപ്പം തന്നെ പുതുച്ചേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് വി.സി.കെയുടെ 2 MLA-മാരും യാത്ര തിരിച്ചിരുന്നു. വന്യ അരസു, അതുപോലെ തന്നെ ജ്യോതിമണി, ഈ 2 പേരും ചെന്നൈയിലേക്ക് ഉടൻ എത്തിച്ചേരും, വി.സി.കെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇരുവരും ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും എന്താണ് ഇത് ഇത്ര വൈകാനുള്ള കാരണം എന്നുള്ളതിലാണ് ആകാംക്ഷ. ഈ പദവികൾ സംബന്ധിച്ച് തന്നെ ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന ആവശ്യം അതിൽ ഉറച്ചു നിൽക്കുന്നു വി.സി.കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് ഓഫർ ചെയ്തതാണ് വിജയ് വി.സി.കെക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം. പക്ഷേ പിന്നീട് അതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും അങ്ങനെ ഒരു ധാരണയിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് രൂപപ്പെടുകയുമായിരുന്നു. നിലവിലേതായാലും എന്താണ് വി.സി.കെയുടെ നിലവിലെ നിലപാട് എന്നുള്ളതിൽ ഒരു അവ്യക്തത തുടരുന്നു. പക്ഷേ വിജയ്ക്ക് പിന്തുണ നൽകും വി.സി.കെ എന്നുള്ളത് തന്നെയാണ് നിലവിൽ വി.സി.കെയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വി.സി.കെ ആസ്ഥാനത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് എപ്പോൾ എന്നുള്ളതിലാണ് ആകാംക്ഷ. ആ വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കും എന്നുള്ള കാര്യം കൂടി വി.സി.കെ അധ്യക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ശരി, ടി.വി.കെക്ക് ഇന്നും കൂടിയാണ് സമയമുള്ളത്. സർക്കാർ രൂപീകരിക്കാനുള്ള സമയം അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞയൊക്കെ ആലോചിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ പിന്തുണ സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും നീണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് നാടകീയ സാഹചര്യങ്ങളിൽ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.